ക്യാമറ ക്വാളിറ്റി ആഗ്രഹിച്ചിട്ട് 50 Pro Max എടുക്കാൻ പോകണോ? എന്നാൽ അവിടെ നിന്നോളിയും. 2024 ബെസ്റ്റാണ് iPhone 13 Pro. 2024 നിങ്ങൾ 13 Pro എടുക്കാൻ ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളിയും. ഇന്നത്തെ വീഡിയോ 30 Proയെ കുറിച്ചാണ്. ഇതിൻ്റെ ഡിസൈന്, ബിൽഡ് ക്വാളിറ്റി, അതേപോലെ പെർഫോമൻസ്, അതേപോലെ ക്യാമറ, പിന്നെ ബാറ്ററി, ഡിസ്പ്ലേ എന്നിവയെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. 13 Proയുടെ ആദ്യം പറയുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഡിസൈനും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. 2024 ഇറങ്ങിയ ഫോണിനോട് കൂടെ തന്നെ ഒപ്പം മത്സരിക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഇതാ iPhone 13 Pro. ഇതിൻ്റെ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലുള്ള ഫ്രെയിമും അതുപോലെ തന്നെ മാറ്റ് ഫിനിഷാണ് ബാക്കിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ബോഡിനെ കുറിച്ചിട്ട് നമുക്ക് മെയിൻ പറയാനുള്ളത് തന്നെ നമുക്ക് ഡ്യൂറബിലിറ്റി ഉണ്ട്. അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് എത്ര വർഷമായി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ കയ്യിലിരിക്കുന്ന ആ സെക്കൻഡ് ഹാൻഡ് ഡിവൈസിന് തന്നെ ക്വാളിറ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ബോഡി എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഈ 4 ഭാഗവും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ ഈ ഫ്രെയിമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ബോഡി ഒരു രക്ഷയില്ല 30 Proൻ്റെ. ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ സൂപ്പർ റെറ്റിന XDR OLED ഡിസ്പ്ലേ ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളി തന്നെ ഒരു വാച്ച് ചെയ്യാൻ പറ്റും. ഒരു മൂവിയും കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെ വാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം യൂസർ അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് അതേപോലെ സോഷ്യൽ മീഡിയാസൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഫീൽ മനസ്സിലാവും. ഡിസ്പ്ലേൻ്റെ 120Hz പ്രൊമോഷൻ ഡിസ്പ്ലേ ആണ് ഇതിന് യൂസ് ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിസ്പ്ലേൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ iOS 15 മുതലാണ് നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും 2-3 വർഷം നമുക്ക് ഇത് കൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റാം നമ്മൾ നോക്കുകയാണെങ്കിൽ 6GB റാമാണ്. റാമിനേക്കാളും ഉപരി നമുക്ക് A15 ബയോണിക് ചിപ്പാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. iPhone 13 Proയിൽ നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പെർഫോമൻസ് അപ്പോൾ കിടിലനാവും. പിന്നെ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തില്ല. ടച്ചൊക്കെ വളരെ സ്മൂത്തായിട്ടാണ് നമുക്ക് റെസ്പോണ്ട് ചെയ്യുക. ഇപ്പോൾ 2024 ഒരുപാട് ആൻഡ്രോയിഡ് ഫോൺസ് ഇപ്പോൾ വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് കുറച്ച് മുമ്പ് 3 വർഷം മുമ്പ് ഇറങ്ങിയ ഈ ഒരു 13 Proനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു സാധനം തന്നെയാണ്. നമ്മളെപ്പോഴും പലപ്പോഴും പറയാറുണ്ട് ഈ 13 Pro അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്യാമറ ക്വാളിറ്റിയിൽ പറയാറുണ്ട്. ഇനി എത്ര ക്യാമറ ക്വാളിറ്റിയിൽ ഇപ്പോൾ ആൻഡ്രോയിഡ് കമ്പയർ ചെയ്യുകയാണെങ്കിലും 13 Pro സീരീസിൽ സിനിമാറ്റിക് ഒരു ക്യാമറ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു ലെവൽ തന്നെയാണ്. അതിൻ്റെ ഒരു ഫീൽ മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പലപ്പോഴും നമ്മൾ 30 Pro എടുക്കാൻ പോകുമ്പോൾ കൂടുതൽ പൈസയാണെന്നുള്ള ഒരു ചിന്താഗതി നമ്മളെ മനസ്സിൽ എപ്പോഴും വരാറുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വേരിയൻ്റ് മെമ്മറിയിൽ വരുന്നത് 128GB, അതുപോലെ തന്നെ 256GB, അതുപോലെ 512GB, പിന്നെ കൂടാതെ തന്നെ 13 Proയിൽ വന്ന ഒരു മോഡലാണ് 1TB മെമ്മറി ആദ്യമായിട്ട് വന്ന ഒരു മോഡൽ തന്നെയാണ് ഈ 13 Pro. അപ്പോൾ പിന്നെ അതിന് ശേഷമുള്ള ഫോണുകളിലൊക്കെ 1TB വന്നിട്ടുണ്ട്. അപ്പോൾ മെമ്മറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. ഏതാണ് നിങ്ങൾക്ക് മെമ്മറി വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ 30 Pro തിരയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇതിൻ്റെ ക്വാളിറ്റി, ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഡിസൈൻ, ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇത് പുതിയ സാധനം ഇപ്പോൾ ഇറങ്ങുന്നില്ല വിപണിയിൽ. 2024 പ്രൊഡക്ഷൻ ഇല്ല. ആപ്പിളിൽ ഓരോ വേരിയൻ്റ് വരുമ്പോൾ പഴയത് പ്രൊഡക്ഷൻ നിർത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനത്തിൻ്റെ ഈ ക്വാളിറ്റി കാര്യങ്ങളതിൻ്റെ ഫസ്റ്റ് നോക്കേണ്ടത്. ഇതിൻ്റെ ഫസ്റ്റത്തെ ക്വാളിറ്റി കാര്യങ്ങൾ നോക്കിയതിന് ശേഷം പിന്നെ അതിൻ്റെ ഉള്ള ഇൻറ്റേർണൽ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മെയിൻ നമുക്ക് എല്ലാവർക്കും ഒരു നെഗറ്റീവ് ഫേസ് ചെയ്യുന്നത്, ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഗ്രീൻ ലൈൻ വെക്കുക എന്നുള്ളതാണ്. ഡിസ്പ്ലേ ഒരു 13 സീരീസ് മുതൽ എടുത്തു കഴിഞ്ഞാൽ ഒരു അപ്ഡേഷൻ കഴിയുമ്പോൾ ഗ്രീൻ ലൈൻ വെക്കുക. പക്ഷേ എല്ലാത്തിനും സൊല്യൂഷൻ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഇത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ തന്നെ ഒരു അപ്ഡേഷൻ കഴിഞ്ഞാൽ ഇതിന് ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതിനെല്ലാത്തിനും സൊല്യൂഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഡിസ്പ്ലേ മാറ്റാതെ തന്നെ നമുക്ക് ഈ ഒരു ഗ്രീൻ ലൈന് നമുക്ക് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും. പല കേസിൽ ഇപ്പോൾ ആപ്പിൾ തന്നെ ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് അവർക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ടിൽ നിന്ന് അവരുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ചില ആൾക്കാർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് തന്നെ റെഡിയാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിലായിട്ട് പറയാൻ പറ്റും. പിന്നെ കൂടാതെ തന്നെ നമ്മളെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ ലൈന് ഡിസ്പ്ലേ മാറ്റാതെ തന്നെ ഫിക്സ് ആക്കി തരും. നമുക്ക് മുന്നിൽ ചോയ്സ് എന്ന് പറഞ്ഞാൽ കളേഴ്സാണ്. ഒരു ഫോൺ എടുക്കാൻ പോകുമ്പോൾ തന്നെ നമുക്ക് പല ആൾക്കാർക്കും പല കളേഴ്സും ഇഷ്ടപ്പെടുക. നമുക്ക് ഇതിൽ 13 സീരീസിൽ, അതായത് 30 Pro സീരീസിൽ വന്ന കളേഴ്സ് ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് കളർ, ഗ്രേ എന്ന് പറയും, ഗ്രേ കളർ ഉണ്ട്, അതുപോലെ സിൽവർ കളർ ഉണ്ട്, അതായത് വൈറ്റ്, പിന്നുള്ളത് ആൽഫൻ ഗ്രീന്,
പിന്നെ അതേപോലെ ഗോൾഡ്. ഗ്രീന് ഇതിൽ സ്പെഷ്യൽ കളറായിട്ട് വന്നതാണ്. ഈ ഒരു 13 Pro ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഇപ്പോൾ S22 ആണ് ഇതിൻ്റെ കൂടെ ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു ഫോൺ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇന്നും മുന്നിൽ നിൽക്കുന്നത് iPhone 13 Pro ആണ്. അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ തന്നെ ഇതിൻ്റെ ഈ ഒരു സെക്കൻഡ് ഹാൻഡിൻ്റെ പ്രൈസ് റേഞ്ച് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇറങ്ങിയ ആൻഡ്രോയിഡ് ഫോണും ഇപ്പോഴത്തെ ഈ ഒരു ഐഫോണും തമ്മിലുള്ള പ്രൈസ് റേഞ്ചിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമുക്ക് ഈ ഒരു ബ്രാൻഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലം കൂടുന്തോറും ഇപ്പോഴും മുന്നിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം പഴയ 7+ വരെ ഇന്നും ജനങ്ങളുടെ ഇടയിൽ ജനപ്രിയം നേടിയിട്ടുണ്ട്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 50 Pro Max എടുക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ചോ 30 Pro എടുത്തോന്ന് അറിയില്ല. നിങ്ങൾ ക്യാമറ ക്വാളിറ്റി ഒരു ആഗ്രഹിച്ചിട്ട് ഫോൺ എടുക്കാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് 13 Pro ബെസ്റ്റ് ചോയ്സാണ്. ഞാൻ ഇന്നും പേഴ്സണൽ ഫോണായിട്ട് ഉപയോഗിക്കുന്നത് 30 Pro ആണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്ളോഗും കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബെസ്റ്റ് ചോയ്സ്, ബെസ്റ്റ് ക്യാമറ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് 13 Pro ആണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന ഒരു മോഡലാണ്. ഹാൻഡ് ഫ്രണ്ട്ലി ടൈപ്പ് ഫോൺ ഡിവൈസാണ് 13 Pro. കൂടാതെ തന്നെ ക്യാമറ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ നമുക്ക് 4K 60 ഫ്രെയിമിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ സിനിമാറ്റിക് നമുക്ക് എന്താ പറയുക 2 ഫ്രെയിമായിട്ടുണ്ട്. ഒന്ന് 3x അതായത് 1x. ഇതിൽ 3xലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു സിനിമാറ്റിക്കിൽ കിട്ടുന്ന ആ ഒരു വീഡിയോൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. പിന്നെ അതേപോലെ സ്ലോ മോഷൻ വീഡിയോസിലും ടൈം ലാപ്സ് ആയാലും എല്ലാം ഇതിൽ അടിപൊളിയാണ്. ഇതിപ്പോൾ ഈ ഒരു ആൻഡ്രോയിഡ് ഫോണായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുത്തു പറയേണ്ടത് 13 Pro തന്നെയാണ്. ഈ 13 Pro ഇത്ര അധികം പൊക്കിയടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് ക്യാമറ തന്നെയാണ്. നമുക്ക് ഒരേ ഒരു ഉത്തരം 2024 നിങ്ങൾ ഫോൺ നോക്കുന്നുണ്ടോ, ഏത് യൂസർ ഫോൺ സെക്കൻഡ് ഹാൻഡ് ഫോൺ നോക്കിക്കഴിഞ്ഞാലും 13 Pro എന്ന് നമ്മൾ പറയുള്ളൂ. മുന്നിൽ ക്യാമറ നോക്കിയിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റിയാണ്. അത് 100 പ്രാവശ്യം നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ ക്വാളിറ്റിനെ കുറിച്ചിട്ട്. പിന്നെ സെൽഫി ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ തന്നെ സെൽഫി ക്യാമറ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഈ ഒരു ക്വാളിറ്റി HD 4K 60 ഫ്രെയിമിലൊക്കെ ഇതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് നമുക്ക് ക്യാമറ ക്വാളിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 13 Pro സീരീസ് 2024 കണ്ണും പൊട്ടിയിട്ട് എടുക്കാൻ പറ്റും. എപ്പോഴും ഫേസ് ചെയ്യുന്ന വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയാണ്. നമ്മൾ 13 Pro സീരീസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ബാറ്ററി ഹെൽത്ത് നമ്മൾ നോക്കാറുണ്ട്. അഫ്കോഴ്സ് ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്ററി ഹെൽത്ത് ഇപ്പം 13 സീരീസ് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 3 വർഷമായി. അപ്പോൾ ബാറ്ററി ഹെൽത്ത് 85 എബോവ്% to 90 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ബാറ്ററി ഹെൽത്ത് കാണാൻ പറ്റത്തുള്ളൂ. അതും സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് ഫോണിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ബാറ്ററി ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നമ്മളെ ബാറ്ററി ബാക്കപ്പ്. ബാറ്ററി ഹെൽത്ത് വെറും നിങ്ങൾക്കൊരു മെസ്സേജ് ആണ്, അതായത് ബാറ്ററി മാറ്റാനായി എന്നുള്ള ഒരു സൂചനയാണ്. അത് ഒരു 75 ആയി കഴിഞ്ഞാൽ ബാറ്ററി മാറ്റേണ്ടി വരും. നമുക്കൊരു ആൻഡ്രോയിഡ് ഫോണിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു iPhone 13 Pro കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബാറ്ററി ഹെൽത്ത് ഷോക്കാണെന്നേ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു നെഗറ്റീവാണ്. ഞാൻ ഇങ്ങോട്ട് തുറന്ന് പറയട്ടെ, ഓപ്പണായിട്ട് പറയുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആൻഡ്രോയിഡ് ഫോണ് നമ്മൾ ഒരു അരമണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യേണ്ടി വരും. 20 വാട്ട്സ് ചാർജിങ് സപ്പോർട്ടിങ് ആയിട്ടുള്ളതാണ് iPhone 13 Pro. കൂടാതെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഡേ സിമ്പിളായിട്ട് ബാക്കപ്പ് കിട്ടും. അതല്ല ഒരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വൈഫൈ കണക്ട് ചെയ്ത് നെറ്റ് ഡാറ്റ യൂസ് ചെയ്ത് ഫോണിൽ കളിക്കുന്ന ഒരാൾക്കാണെങ്കിൽ 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതല്ല ക്യാമറ മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ടും റഫ് യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിലും ഒരു ടൈം ഡ്യൂറേഷൻ കുറയും. അതാണ് ആപ്പിളിൻ്റെ ഒരു പ്രത്യേകത. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വരെ ഇതിൻ്റെ ബോഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീൽ ടൈപ്പ് ആയതുകൊണ്ട് ഹീറ്റിംഗ് ഫീൽ ചെയ്യാൻ സാധ്യത ഉണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ ഒരു കുറേ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ടെമ്പറേച്ചർ പുറത്ത് കൂടുതലുള്ള ടൈമിൽ തന്നെ ഇതിൽ മെസ്സേജ് വരും, ജസ്റ്റ് ഒന്ന് സ്റ്റക്കായിട്ട് വരെ നിൽക്കും. അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ 30 Pro ഉപയോഗിക്കുന്നതുകൊണ്ട് പറയാണ്. അപ്പോൾ ബാറ്ററി ഹെൽത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 85 to ഒരു മേലക്ക് 90 വരെയുള്ളത് നിങ്ങൾ മാക്സിമം മാർക്കറ്റിൽ കിട്ടും. അത് നോക്കുക. പ്രൈസ് റേഞ്ച് വരികയാണെങ്കിൽ ഫോണിൻ്റെ ക്വാളിറ്റിയാണ്. അഫ്കോഴ്സ് നിങ്ങൾ ആ ഒരു ക്വാളിറ്റി നിങ്ങൾ നോക്കിയിട്ട് മാത്രം പ്രൈസ് അഫോർഡ് ചെയ്യുക. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു എടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ എല്ലാ വശങ്ങളും നോക്കണം. അതിൻ്റെ മോഡൽ നമ്പർ, അതേപോലെ തന്നെ എബൌട്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് കാണും. കൂടാതെ തന്നെ അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ സർവീസ് ആണോ അല്ലെങ്കിൽ ബാറ്ററി കപ്പാസിറ്റി എത്രയാണോ നോക്കിയിട്ട് നിങ്ങൾ അതിനൊരു വില കാണുക എന്നുള്ളതാണ്. നമ്മളുടെ ഒരു പ്രൈസ് റേഞ്ച് പറഞ്ഞാൽ
100 ദിറംസിനാണ് നമ്മൾ 13 പ്രോ നമ്മളിപ്പം സെയിൽ ചെയ്യുന്നത്. അത് ഈ ഒരു ക്വാളിറ്റിയുള്ള സാധനം നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതിലും കുറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ ഈ ഒരു ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കണ്ണും പൂട്ടിയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ കൂടാതെ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ നിങ്ങൾ എടുക്കാൻ പോവുകയാണെങ്കിൽ തന്നെ മാർക്കറ്റിലൊന്ന് അന്വേഷിക്കുക, അറിയുന്നവരെ കൊണ്ട് ഫോണൊന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണോ നോക്കുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഒരാളെ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്, നമുക്ക് കൂടുതൽ കാലം യൂസ് ചെയ്യാനുള്ളതാണ്. ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എപ്പോഴും എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഫേവറേറ്റ് ഐഫോൺ ഏതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.